ഹായ്, ബാക്ക് ടു ഹാർമണിയുടെ മറ്റൊരു ഹൃദ്യമായ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് അവർ ബോഡി, മൈൻഡ് ആൻഡ് സോൾ ഷൈൻ ഫോർ എവർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൃത്യമായി സുസ്ഥിതിയുടെ ഘടകങ്ങൾ, മനുഷ്യാരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ തുടർച്ചയെന്നണം അതിൽ നമ്മൾ കണ്ടു ഭക്ഷണം, വിശ്രമം, ശുചിത്വം, വ്യായാമം, കീടനാശിനി, അടിമ, നല്ല ചിന്തയും കർമ്മവും, അങ്ങനെ തുടങ്ങി. ഒപ്പം വിസർജനം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അതായത് മായം എന്നുള്ള സംഗതി. മായം നമ്മുടെ മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, പാക്കറ്റ് ഫുഡ് ആയിക്കോട്ടെ, പ്രോസസ്ഡ് ഫുഡ് ആയിക്കോട്ടെ, വാട്ട് എവർ. നമ്മൾ ഇന്നിപ്പോൾ ഏറ്റവും അടുത്ത് ഇപ്പോൾ ഓർഗാനിക് ഫുഡിന്റെ കാലഘട്ടമാണ്. ഓർഗാനിക് ഫുഡിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അത് എത്രത്തോളം ന്യൂട്രീഷൻ റിച്ച് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ഫുഡ് ടേബിളിലേക്ക് വരുന്ന ഭക്ഷണം അത് പാകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, റോ ഫുഡായിട്ട് നേരെ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതായിക്കോട്ടെ, ഇതിൽ മായം ഇല്ല എന്ന് പരമാവധി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഘടകം, നിങ്ങളുടെ വീട്ടിൽ അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഒരു തോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മണ്ണില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ടെറസ് ഉണ്ടാവും. ആ ടെറസിലെങ്കിലും നിങ്ങൾ ജൈവ കൃഷി ഓർഗാനിക് ആയിട്ട് തന്നെ വിത്തുകൾ പാകി അതിനെ നർച്ചർ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീട്ടിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഫ്രൂട്ട്സും പച്ചക്കറിയും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മായത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ച് നോക്കൂ. അങ്ങനെ ചെയ്ത് വിജയിച്ച ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസുകളെല്ലാം നമുക്ക് പല വീഡിയോസുകൾ എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഹോർമോൺ ഇൻജക്റ്റഡ് ഫുഡ്സ് ആണ്. ഹോർമോൺ സിസ്റ്റത്തിന്റെ തകരാറാണ്. മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ഹോർമോൺ സിസ്റ്റംസ് കൂടിയാണ്. ജൈവ രാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ജൈവ വസ്തുവാണ് മനുഷ്യൻ എന്നുള്ളത്. അപ്പൊ ഈ ജൈവ പ്രവർത്തനം, ഈ ജൈവരാസ പ്രവർത്തനം ശരീരത്തിനുള്ളിൽ തന്നെ സ്വാഭാവികമായി നടക്കുന്ന പ്രവർത്തനത്തിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ട് സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻസ് പോലുള്ള സെക്രീഷൻസ് കൃത്യമായി നടക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ പാൻക്രിയാസ് പോലുള്ള ഓർഗൻസിന്റെ സെക്രീഷൻ ആണ് ഇൻസുലിൻ. അങ്ങനെ തുടങ്ങി ഒട്ടനവധി സെക്രീഷൻസ് ഹോർമോൺസ് ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയും, അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ. അത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഹോർമോൺ സിസ്റ്റംസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ശരിയായ ഹോർമോൺ സിസ്റ്റംസ് കറക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ കറക്റ്റ് ആയിട്ട് ആരോഗ്യത്തിലാണ് അല്ലെങ്കിൽ സുസ്ഥിതിയിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനെ തകരാറിലാക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ചിക്കൻ ചിലപ്പോൾ നിങ്ങളുടെ വ്യവസായ ആക്കിയേക്കാം. നിങ്ങൾ ഇപ്പൊ വ്യാവസായിക അടിസ്ഥാനത്തിൽ മൃഗാദികളെയൊക്കെ വളർത്തി അവരുടെ പാല്, അവരുടെ മാംസം, അവരുടെ മുട്ട ഇവയെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഹോർമോൺ ഇൻജെക്ട് ചെയ്തിട്ടുള്ള അവരുടെ പെട്ടെന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ അവർ ഇൻജെക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഒരു വേള അത് നമ്മുടെ സിസ്റ്റംസ് തകരാറിലാക്കും.